സർക്കാരിന് മികവില്ല എന്ന് CPM തൃശൂർ ജില്ലാ സമ്മേളന പൊതുചർച്ചയിൽ വിമർശനം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മികച്ച ഭരണം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് വിമർശനം ഉയർന്നത്. പ്രകടന പത്രികയ്ക്കെതിരെയും പൊതുചർച്ചയിൽ വിമർശനമുണ്ടായി. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് വിമർശനം. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയ്, വിവിധ സമ്മേളനങ്ങളിൽ പല വിമർശനങ്ങളും പല ജില്ലകളിലും ഉയർന്നിരുന്നു. അതിനിടയിൽ തൃശ്ശൂരിൽ വളരെ ശക്തമായ ഒരു ആരോപണമാണ് ഉയരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് എന്ന് തോന്നുന്നു. മറ്റെന്തൊക്കെയായിരുന്നു ഉയർന്നു വന്ന പരാമർശങ്ങൾ? വളരെ ആരോഗ്യകരമായ ചർച്ചകളാണ് തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും വളരെ നിശ്ചിതമായി തന്നെ വിവിധ കമ്മിറ്റികളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തികൾ. സർക്കാരിൻ്റെ മികവ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്രയ്ക്ക് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് ഇന്നലത്തെ പൊതു ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലും മികവ് പോരാ എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം. കൂടാതെ ഈ പ്രകടന പത്രികയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും പ്രാവർത്തികമാക്കാനായി ശ്രമിക്കുന്നുണ്ട് സർക്കാർ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് ഈ പെൻഷൻ കാര്യമാണ്. അതായത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനം. ആ വാഗ്ദാനം ഇതുവരേക്കും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിമർശനമായി ഉയർന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ നികുതി വർധനവ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പല ഘടകങ്ങളും പലപ്പോഴായി പാർട്ടിയോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അയവോ ഒന്നും തന്നെ സർക്കാർ കാണിച്ചില്ല. പക്ഷേ അങ്ങനെ കാണിക്കാതിരിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരികയും ചെയ്തു. അതിനുശേഷമാണ് ധനമന്ത്രിക്ക് ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായതെന്നും ഈ ഇന്നലെ നടന്ന പൊതു ചർച്ചയിൽ വിമർശനം ഉയരുകയും ചെയ്തു. എന്തായാലും വലിയ തോതിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കുകയും ചെയ്യും. അതിന്മേലും ചർച്ച നടക്കുകയും ചെയ്യും. ഇത്തവണത്തെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ